അഡോബ് ഡ്രോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അഡോബ് ഡ്രോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ഇൻ്റർഫേസ്. ഇത് ഞാൻ മുന്നേ ചെയ്ത വർക്കൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് താഴെയായിട്ട് പ്ലസ് ഐക്കണുണ്ട് പുതുതായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ക്യാൻവാസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇവിടെ ഞാൻ ആൻഡ്രോയിഡ് ടാബ്ലറ്റ് പോർട്രേറ്റ് ആണ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെ കുറച്ച് ബ്രഷുകൾ നിങ്ങൾക്ക് കാണാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ കുറച്ച് ബ്രഷുകൾ കാണാം, പല സൈസിലുള്ള ബ്രഷുകൾ. അപ്പോൾ അതിലൊരു ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. സൈസും ഒപ്പാസിറ്റി, കളർ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ സൈസ് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് താഴേക്കും മുകളിലേക്കും ആകുമ്പോൾ അതിൻ്റെ സൈസ് കൂടുന്നതും കുറയുന്നതും കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രഷിൻ്റെ ഒപ്പാസിറ്റി, കളറിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇത് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക, മുകളിലേക്ക് ആക്കുക. താഴേക്കാക്കുമ്പോൾ കുറയും, മുകളിലേക്ക് ആക്കുമ്പോൾ കൂടും. കളറും താഴെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പച്ച കളർ സെലക്ട് ചെയ്യുകയാണ്. പിന്നെ ബ്രഷ് ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ബ്രഷിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ബ്രഷിലൊന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ബ്രഷുകളുടെ പ്രീസെറ്റ് കാണാം. ഇഷ്ടമുള്ള ഷേപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അതൊന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ലെയർ സെലക്ട് ചെയ്യണം. ഈ ഭാഗത്താണ് ലെയർ. ബാക്ക്ഗ്രൗണ്ട് ലെയറും ഡ്രോ ലെയറും ഉണ്ട്. ഡ്രോ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ വേണം നമുക്ക് വരയ്ക്കാൻ. ഡ്രോ ലെയർ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു വൈറ്റ് ക്യാൻവാസ് വരും. ഇവിടെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അവിടെ നമുക്ക് വിരൽ കൊണ്ട് തന്നെ ജസ്റ്റ് ഇപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ വരയ്ക്കാം. അപ്പോൾ അതുപോലെ ഒന്ന് വരച്ചെടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ, നമുക്കിഷ്ടമുള്ള നമ്മുടെ മൈൻഡിലുള്ള രീതിയിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, നമുക്കിങ്ങനൊരു ഫോണ്ടാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ നമ്മൾ വരച്ചെടുക്കുക. ഇപ്പോൾ വരയ്ക്കാനൊക്കെ കഴിവുള്ളവരാണെങ്കിൽ ബ്രഷിനൊക്കെ കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ ബ്രഷ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് ബ്രഷാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അവർക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതൊന്നും അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് 1-2 പ്രാവശ്യം ബ്രഷ് വെച്ച് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഓരോ ബ്രഷിനും ഷേപ്പുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് 1-2 പ്രാവശ്യം നിങ്ങൾ ഓരോ ബ്രഷ് ഉപയോഗിച്ചൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫോണ്ടുകൾ തന്നെ വരച്ചെടുക്കാൻ കഴിയും, ടൈറ്റിൽസ് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ തെറ്റ് പറ്റിയാലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിയ മുകളിലുള്ള ഈ റീഡു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ലാസ്റ്റ് ചെയ്ത പ്രവൃത്തി അത് ഡിലീറ്റായിട്ട് ഒന്നും കൂടി വരും. അപ്പോൾ ഞാനിപ്പോൾ തെറ്റിപ്പോയി, വീണ്ടും ഞാനൊന്നും കൂടെ വരച്ചു, തെറ്റി, വീണ്ടും ഞാനൊന്നും കൂടെ വരയ്ക്കുകയാണ്. ബ്രഷിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് ഞാനൊന്ന് വരച്ചു. ഇപ്പോൾ ഓക്കെ ആയി. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഈ ഒരു രീതിയിലാണ് വരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുത്ത് നല്ല ക്ഷമയുണ്ടെങ്കിൽ നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നല്ല സമയം വേണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ വരച്ച് എടുത്ത് ഒരു നല്ല ഫോൺസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല ടൈം എടുത്ത് ക്ഷമയോടെ തന്നെ ചെയ്യുക. ഞാനിപ്പോൾ ഇതൊരു നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തു പോകുന്നത്. ഓക്കെ, ഞാനിപ്പം അവിടുന്ന് ഒരു ബ്ലാക്ക് എടുത്ത് അതിൻ്റെ ബ്രഷിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഒരു ഷെയ്ഡ് പോലെ കൊടുക്കുകയാണ്, ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഇവിടെ നമുക്ക് പ്രയോഗിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പല ഐഡിയാസും കാണും. പല ഫോണ്ടുകളും നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നു. നമുക്കത് ഇഷ്ടപ്പെടും. നമുക്കത് എങ്ങനെ വരയ്ക്കും, എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് പഠിക്കും. പിന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു മൈൻഡ് കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഷാഡോ എല്ലാ ലെറ്ററിനും ഇങ്ങനെ കൊടുക്കുകയാണ്. പിന്നെ ഒരു മെയിനായിട്ടൊരു കാര്യം, നമുക്കിത് ഈ ക്യാൻവാസ് സൂം ഇൻ ചെയ്യും, സൂം ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ മാക്സിമം സൂം ചെയ്ത് വെച്ച് വരയ്ക്കുക ഇതുപോലെ. അപ്പോൾ നമുക്ക് കറക്റ്റിന് വരച്ചെടുക്കാൻ പറ്റും. നമ്മൾ സൂം ഔട്ട് ചെയ്ത് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നേരത്തെ വരച്ചതിൻ്റെ മുകളിലൂടെ ഒക്കെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം സൂം ആക്കുക, നല്ല സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരച്ച് കിട്ടും. ഇപ്പോൾ ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. ഇനിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ താ എന്നുള്ള ലെറ്ററുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. അത് കാണിച്ചു തരാം ഞാൻ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. തായ്ക്ക് നമുക്ക് സാധാരണ താഴ് എഴുതുമ്പോൾ നടുക്കൊരു റൗണ്ട് വരുമല്ലോ, അത് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഷേപ്പ് സെലക്ട് ചെയ്തു. റൗണ്ട് ആണ് ഞാൻ എടുത്തേക്കുന്നത്, സർക്കിളാണ്. അപ്പോൾ അത് ഞാൻ താഴെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്.
അവിടെ തന്നെ നമുക്ക് ധാരാളം ഷേപ്പ് അവൈലബിൾ ആണ്. ട്രയാങ്കിൾ ലെറ്റർ അനുസരിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഓരോ ഷേപ്പ് എടുത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ റൗണ്ട് ആയതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ വളഞ്ഞൊക്കെ പോവും. അതുകൊണ്ട് ഞാൻ ഈ റൗണ്ട് എടുത്തു. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക, ഒരു റൗണ്ട് ഇടുക. അപ്പോൾ കറക്റ്റ് ആ റൗണ്ട് അതുപോലെ തന്നെ വരും. കണ്ടോ? പക്ഷേ അവിടെ ബ്ലാക്കിലാണ് റൗണ്ട് വന്നത്. നമുക്ക് ഇവിടെ കളർ സെലക്ട് ചെയ്ത ബ്ലാക്കാണ്. അപ്പോൾ അത് മാറ്റി നമുക്ക് വൈറ്റ് ആക്കണം. ഒന്നും കൂടി കൊടുത്ത് വൈറ്റ് ആക്കി ഒന്നും കൂടി ഞാൻ കൈ കൊണ്ടൊന്ന് വരച്ച് കാണിച്ച് തരാം. ഇപ്പോൾ കണ്ടോ? അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കണക്ക് വരില്ല. ഒന്നുകൂടെ ആ ഷേപ്പ് എടുത്തു. റൗണ്ട് നമുക്ക് ആവശ്യമുള്ള അളവ് എങ്ങനെയാണോ ഈ റൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, പക്ക റൗണ്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ഏകദേശം വരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യണം. അതിന് ഈ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അവിടെ കോപ്പി ഇമേജ് ടു ഗാലറി കൊടുത്തു കഴിഞ്ഞാൽ 2 രീതിയിൽ സേവ് ചെയ്യാം. PNG തന്നെയാണ്, ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും. ട്രാൻസ്പെറൻ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, കാരണം നമുക്ക് വേറൊരു ഫോട്ടോയിലേക്ക് ഇൻബിൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. അവിടെ തന്നെ ആഡ് ഫോട്ടോ ഉണ്ട്, അത് കൊടുക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത വർക്ക് ഇവിടെ ഫ്രണ്ടിലുണ്ടാവും. അവിടെ തൊട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്കിനി അത് വേണ്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇതുപോലെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. നമുക്ക് പിക്സാർട്ടിൽ ഇവിടെ തന്നെ നമുക്ക് ഈ ഫോണ്ടിന് ഷാഡോ കൊടുക്കാനോ സ്ട്രോക്ക് കൊടുക്കാനോ ഒക്കെ പറ്റും. ഈ താഴെ തന്നെ ബോർഡർ കൊടുക്കാനും അതിന് ഷേപ്പ് കൊടുക്കാനും ഷാഡോ കൊടുക്കാനും പറ്റും. നമ്മുടെ പിക്സൽ ലാബിൽ ഉള്ള അതേ ഓപ്ഷൻ ഏതാണ്ട് സിമിലർ തന്നെയാണ് പിക്സാർട്ടും. നമ്മൾ പിക്സൽ ലാബ് വഴി തമ്പനയിൽ ഉണ്ടാക്കുന്ന ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണും, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ സെയിം ഇതുപോലെ തന്നെയാണ്, പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, നമ്മുടേതായ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ ഇതൊന്ന് ചരിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ നമുക്കൊന്ന് നേരെ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ക്രോപ്പിംഗ് ടൂളുണ്ട്, സൈഡിലേക്ക് വരുമ്പോൾ അതെ ക്രോപ്പിംഗ് ടൂൾ എടുക്കുക. അപ്പം വലിയൊരു ക്യാൻവാസാണ്, അത് നമുക്കൊന്ന് ചെറുതാക്കാം. ഓക്കെ, ഇത് മതിയാവും. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് സൈഡിലേക്ക് ആക്കുമ്പോൾ ആ ഒരു ട്വിസ്റ്റ് ആരോ ഉണ്ട്, നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഫോണ്ടിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ഓക്കെ, ഇപ്പം കറക്റ്റ് നേരെ വന്നിട്ടുണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ആ ഒരു പിക്ചറിലോട്ട് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഇമേജുകൾ ശേഖരിച്ച് അതിലിതുപോലെ ഫോണ്ടുകൾ നമ്മുടേതായിട്ടുള്ള ഓൺ ഫോണ്ടുകൾ സൃഷ്ടിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.